വേട്ടക്കാരന് ഒരു ഉന്നമുണ്ടാവും യഥാർത്ഥത്തില്. കാട്ടിലെ ഏത് ശബ്ദവും എവിടെ നിന്നൊക്കെ എന്തൊക്കെ ശബ്ദം വന്നാലും വളരെ വലിയ ശ്രദ്ധ, ജാഗ്രത, കാട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വേട്ടക്കാരനുണ്ടാവും. ആ ജാഗ്രതയുടെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ വലിയ വ്യത്യാസം, വലിയ ഡിഫറൻറ്റ് കാണാൻ സാധിക്കും. സോ വൺസ് അഗൈൻ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കിളികളുടെയും ശബ്ദം ഉണ്ടാവും, മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാവും, ഇലകളുടെ ശബ്ദം ഉണ്ടാവും, കാട്ടിലെ മറ്റു ജീവികളുടെ പലതിൻ്റെയും ശബ്ദം കാട്ടിലുണ്ടാവും. പക്ഷേ പല ജന്തുജാലങ്ങളും ഉണ്ടാവാം. പക്ഷെ വേട്ടയ്ക്ക് വന്നിരിക്കുന്ന ആള് വേട്ടയാടാൻ പോകുന്ന പർട്ടിക്കുലർ പക്ഷിയെയോ മൃഗത്തെയോ മാത്രമായിരിക്കും അയാളുടെ സജീവമായ ജാഗ്രതയോട് കൂടിയുള്ള ശ്രദ്ധ. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം, അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാവുന്ന ഒരു മരത്തിൻ കൊമ്പിലിരിക്കുന്ന ഒരു വേട്ടക്കാരൻ്റെ തലമുകളിലെ മരത്തിന്റെ ശിഖരത്തിൽ മുകളിലിരിക്കുന്ന ഒരു മൂർഖൻ പാമ്പ് ഭീഷണി ഉണ്ടാക്കിയേക്കും. അങ്ങനെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് ആ വേട്ടക്കാരൻ്റെ ലക്ഷ്യം നേടുന്നതിന് മുമ്പ് അപകടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ നേടിയെടുത്തേ അടങ്ങൂ, ഞാൻ വന്ന ലക്ഷ്യവും കൊണ്ടേ മടങ്ങൂ, അങ്ങനെ ഞാൻ ജീവനം കൊണ്ട് തിരിച്ചു പോകൂ എന്നുള്ള അത്യപാരമായ മാനസിക ശക്തിയുടെ ഉറച്ച പിൻബലത്തിലാണ് ആ വ്യക്തി വേട്ടക്കാരനായി വേട്ടയ്ക്ക് വേണ്ടി ആ കാടിൻ്റെ അകത്ത് കയറുന്നത്. അതല്ലാതെ ഒരു ഭീരുവായി എന്ത് ശബ്ദം കേൾക്കുമ്പോഴേക്കും, നമ്മുടെ നാട്ടിലെ കാണാം, പല്ലിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചാടി ഓടി കട്ടിലിൻ്റെ ബെഡിൻ്റെയും ടേബിളിൻ്റെ ഒക്കെ മുകളിൽ കയറും കുട്ടികളും മുതിർന്ന ആൾക്കാരൊക്കെ. ഈ ഒരു മാനസികാവസ്ഥയിലൊന്നുമല്ല ആ മനുഷ്യൻ കാട്ടിനകത്തെത്തുന്നത്. അപ്പൊ അവിടെ തനിക്ക് ഭീഷണിയാവുന്ന സകലത്തിനെയും തൃണവൽക്കരിക്കാനുള്ള, ഓവർകം ചെയ്യാനുള്ള ഒക്കെ ശക്തി ആർജിച്ച് മികച്ച മാനസികമായ ശക്തിയോടുകൂടി മികവാർന്ന വളരെ പക്വതയാർന്ന ലക്ഷ്യത്തിനുള്ള ഒരു മൂവ്മെന്റോട് കൂടിയാണ് തൻ്റെ അനുവദിച്ച സമയത്തിനുള്ളിലുള്ള വേട്ട പൂർത്തിയാക്കി ലക്ഷ്യവുമായി തിരിച്ചു വരുന്നത്. കാരണം ഇരുട്ടാവുന്നതിന് മുമ്പ് ആ പണി തീർക്കണം. അതിനൊരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ അത് തീർത്തില്ലെങ്കിൽ പിന്നെ അതൊരു കൂടുതൽ അപകടകരമായ അവസ്ഥയായിരിക്കും. പലപ്പോഴും നമ്മളിലെ വേട്ടക്കാരൻ നമ്മുടെ സ്വപ്നത്തെ അത്ര ഗൗരവമായി കാണാതെ രാത്രിയിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. തനിക്ക് അനുവദിച്ച മികച്ച വെളിച്ചമുള്ള കിരണങ്ങളുള്ള സൂര്യപ്രകാശത്തെ മറന്നു പോവുകയും ഇരുണ്ട രാത്രികളിലേക്ക് നമ്മളുടെ സ്വപ്നം വേട്ടയാടാൻ സാധിക്കാത്ത ഒരു അശക്തനായ വേട്ടക്കാരനായിട്ട് മാറുകയൊക്കെയാണ്
നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടെ ഈ വേട്ടക്കാരൻ്റെ കഥയാണ് നമുക്ക് നമ്മളുടെ ഓരോ സ്വപ്നവും അച്ചീവ് ചെയ്യുന്ന വ്യത്യസ്ത രൂപത്തിലുള്ളൊരു വേട്ടക്കാരനെ നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ഈ മനോഹരമായ ഓരോ ഡ്രീം ഹണ്ടറും അതത് സമയങ്ങളിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ മറ്റൊരു വെളിച്ചം, മറ്റൊരു സൗകര്യം ഇല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ കിട്ടിയ സാഹചര്യത്തെ, കിട്ടിയ സന്ദർഭത്തെ കിട്ടിയതിന് തനിക്ക് അനുകൂലമാക്കി മാറ്റി അത് ഇത്ര സമയത്തിനുള്ളിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കൊള്ളണം എന്നുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, എന്നുള്ളൊരു വാശി, ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഒരു വേട്ടക്കാരന് വളരെ അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ വീണ്ടും ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് രാത്രിയാകും, കൂടുതൽ ശത്രുക്കളുണ്ടാവും, വിശപ്പുണ്ടാവും, ഭക്ഷണം കയ്യിലുണ്ടാവണമെന്നില്ല, തിരിച്ചു പോകുന്നതും പ്രയാസമായിരിക്കും. താൻ ഉദ്ദേശിച്ച വേട്ട നടക്കാൻ സാധ്യതയില്ല. പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കാതെ അശക്തനാവാനും വേട്ടയ്ക്ക് പ്രാപ്യമല്ലാത്ത രൂപത്തിലുള്ള ശാരീരിക ക്ഷമത നിലനിൽക്കാനും അങ്ങനെ പല നിലക്കും അയാൾ പരാജയപ്പെട്ട, ഒരു പക്ഷേ വിഷണ്ണനായ, നിർജ്ജലീകരിക്കപ്പെട്ട, അശക്തനായ ഒരു മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ നിത്യജീവിതത്തിൽ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെറുതെ ഇരുന്ന് ആ കഥ നമ്മളോടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അപ്പുറത്തെ മരത്തിലെ കൊമ്പിൽ നിന്ന് ചിലക്കുന്ന പല്ലിയെ നോക്കി തൻ്റെ ലക്ഷ്യം മറന്നു പോകുന്ന വേട്ടക്കാരൻ്റെ അവസ്ഥ, ഒരു പ്രാധാന്യവുമില്ലാത്ത തൻ്റെ വേട്ടക്കിടയിൽ മറ്റൊരു മരത്തിൽ നിന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്ന കിളികളെ നോക്കി സമയം കളയുന്ന വേട്ടക്കാരൻ്റെ അവസ്ഥ, കാട്ടിലെ തിരിഞ്ഞു നോക്കുമ്പോഴും മറിഞ്ഞു നോക്കുമ്പോഴും ഒക്കെ കാണുന്ന മനോഹരമായ, വ്യത്യസ്തമായ ഒരുപാട് മനോഹാരിതകളിലേക്ക് കണ്ണുനട്ട് തൻ്റെ സമയം നഷ്ടപ്പെടുന്ന വേട്ടക്കാരൻ്റെ അവസ്ഥ. ഇതിൽ നിന്ന് എന്ന് തിരിച്ച് തൻ്റെ കാര്യങ്ങളിലേക്ക്, തൻ്റെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചേ അടങ്ങൂ എന്ന സ്വപ്നത്തെ വേട്ടയാടാൻ ഒരുങ്ങിയ ഒരു യഥാർത്ഥ ഡ്രീം ഹണ്ടറുടെ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ നമ്മളെ കാത്തു നിൽക്കാൻ സമയത്തിൻ്റെ ഒരു സെക്കൻഡ് പോലും പല്ലിളിച്ചു കാണിച്ചുകൊണ്ട് പുറകോട്ട് നോക്കുമ്പോൾ സൂര്യൻ മറഞ്ഞു പോകുന്ന ചക്രവാളത്തിൽ ഓരോ സെക്കൻഡിലും മറഞ്ഞു പോകുകയും ദൂരെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരാതെ ആ സെക്കൻഡുകൾ എനിക്കും നിങ്ങൾക്കും കിട്ടാത്ത വിധം ചക്രവാളത്തിന്റെ അപ്പുറത്തേക്ക് മറഞ്ഞു പോവുകയും ചെയ്യുമെന്നുള്ളത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. അപ്പോൾ എവിടെ ഉറങ്ങിയിരിക്കാൻ സമയം, എൻ്റെ മനസ്സിൻ്റെ ജാഗ്രത, ശക്തമായ ജാഗ്രത ഉണ്ടാക്കേണ്ട, ഉണർന്നിരിക്കേണ്ട, ചിന്തകൾക്ക് തീ കൊളുത്തേണ്ട, ആളിക്കത്തിക്കേണ്ട, നേടിയെടുക്കാൻ ആവശ്യമായ, മനുഷ്യന് മാത്രം സാധിക്കുന്ന കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള മൂവ്മെന്റുകൾ നടത്താൻ ആവശ്യമായ ബോധമുള്ള, സ്ഥായി ബോധമുള്ള, വിവരമുള്ള, ബോധ്യമുള്ള, സാമാന്യ ബോധവും ബുദ്ധിയുമുള്ള മനുഷ്യനെന്ന് പറയുന്ന ഹോമോസാപ്പിയൻ ആയിട്ടുള്ള നമ്മളുടെ ചിന്തകളും ബുദ്ധിയുമൊക്കെ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിന് പകരം അകൃത്യമായി തൻ്റെ കയ്യിലുള്ള തന്നെ വഴിതെറ്റിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക സ്മാർട്ട് ഫോണിൻ്റെ റീലുകളും കണ്ട് തള്ളി 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 ക്ഷീണിച്ചുറങ്ങി ഓരോ രാത്രിയും കടന്നു പോകുന്ന
സ്വപ്നം നേടേണ്ട, എന്നാൽ സ്വപ്നം നേടിയേ അടങ്ങൂ എന്ന വാശിയില്ലാതെ മറ്റു പലതിലും ശ്രദ്ധ തെറ്റിപ്പോയ ഒരു നിസ്സഹായനായ, അശക്തനായ, തൻ്റെ സ്വന്തം ബോധം നഷ്ടപ്പെട്ട ഒരു സാധാരണയിൽ കവിഞ്ഞ വളരെ സാധാരണ, അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്നു പോയ നിലവാരമുള്ള ഒരു മനുഷ്യനായിട്ട് ഞാനും നിങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു തിരിച്ചറിവിൻ്റെ ഭാഗത്ത് നിന്ന് അവനവനെക്കുറിച്ച് ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ഉത്തരം അതിന് ലഭിക്കുമെങ്കിൽ നമുക്ക് ശക്തമായ തീരുമാനങ്ങളിലേക്ക് തിരിച്ചു പോകാം. മികച്ച തീരുമാനങ്ങളെടുത്ത് ശക്തനായ ഒരു സ്വപ്നങ്ങളുടെ വേട്ടക്കാരനായി മാറാൻ നമുക്ക് സാധ്യമാവേണ്ടതില്ലേ? അതോ ഒരു സ്വപ്നവുമില്ലാതെ, ജീവിതത്തിൽ ഒന്നും നേടാനില്ലാതെ വെറുതെ ഇങ്ങനെ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ, എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാൽ, എനിക്കറിയില്ല എന്ന മുഖവും ഭാവവും രീതിയുമൊക്കെയുള്ള ഒരർത്ഥം കെട്ട മനുഷ്യനായി പോയോ എന്നതും ഈ സന്ദർഭത്തിൽ തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ വലിയ തീരുമാനങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് തന്നെ ഒരു കാര്യബോധം ഉണ്ടായല്ലേ പറ്റൂ. അങ്ങനെ ആവട്ടെ, നമ്മുടെ ചിന്തകൾക്ക് പുതിയ തിരികൊളുത്താൻ ഓറഞ്ച് ആപ്പിളിൻ്റെ ഈ പ്രഭാതത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം, നന്ദി എല്ലാവർക്കും. സ്നേഹത്തോടെ. Thank you, sir. Fantastic session. Thank you, sir. Thank you, sir. Thank you. Okay, thank you, sir.